ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു വ്യക്തിയെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടും. ആദ്യം അവനോ അവളോ നമ്മൾക്കൊരു സാധാരണ വ്യക്തിയായിരിക്കാം. പക്ഷേ പിന്നെ പിന്നെ അവരെ മറക്കാൻ കഴിയാത്തതും അവർ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകും, അല്ലേ? നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഓർമ്മ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതൊരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോഴോ ഒക്കെ അവരെ പറ്റി വീണ്ടും വീണ്ടും നമ്മൾ ഓർക്കും. നമ്മളപ്പോൾ സ്വയം ചോദിക്കും, എന്തുകൊണ്ടാണ് എനിക്കവരെ മറക്കുവാൻ സാധിക്കാത്തത്? നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മനുഷ്യ മനസ്സ് വളരെ ശക്തമാണ്. നമ്മൾ ആരോടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, കൂടുതൽ വികാരങ്ങൾ പങ്കിടുന്നത്, നമ്മുടെ മനസ്സ് ശക്തമായ ബന്ധമുണ്ടാക്കുന്നത് അവർ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായി മാറും. ഇതൊരു സാധാരണ സൈക്കോളജിക്കൽ പ്രോസസ്സാണ്. ഒരു വ്യക്തിയോട് നമ്മൾ സന്തോഷം പങ്കിടുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ പങ്കിടുന്നു, നമ്മുടെ ഭയങ്ങളും സ്വപ്നങ്ങളും പങ്കിടുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ആ വ്യക്തി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകുന്നു. അതിനാൽ മനസ്സ് ഇപ്പോഴുള്ള ആ ഒരു എംപ്റ്റിയെ സ്വീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടും. ഇതിന്റെ കാരണം നാം നോക്കിയാലോ? കാരണം ഒന്ന്, നമ്മൾക്കൊരാളെ മറക്കുവാൻ കഴിയാത്ത പ്രധാന കാര്യങ്ങളിൽ ഒന്ന് അൺഫിനിഷ്ഡ് സ്റ്റോറിയാണ്. ഒരു ബന്ധം അവസാനിക്കുമ്പോൾ അത് വ്യക്തമായി അവസാനിച്ചില്ലെങ്കിൽ അവിടെ പല ചോദ്യങ്ങളും ബാക്കിയാകും. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അവൻ ഇപ്പോഴും എന്നെ ഓർക്കുന്നുണ്ടോ? ഈ ചോദ്യം മനസ്സിൽ വീണ്ടും വീണ്ടും തിരികെ വരും. മനസ്സ് ഉത്തരം കിട്ടാത്ത ചോദ്യം പോലെ ഇങ്ങനെ പരന്നു നടക്കും. ആ ഓർമ്മ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. കാരണം രണ്ട്, നമ്മൾ ഒരാളെ വളരെ ആഴത്തിൽ സ്നേഹിച്ചാൽ അവരെ മറക്കാൻ എളുപ്പമല്ല, അല്ലേ? കാരണം സ്നേഹം ഒരു സാധാരണ വികാരം അല്ല. സ്നേഹം ഒരു ബ്രെയിൻ കെമിസ്ട്രി തന്നെ മാറ്റുന്നു. ആ വ്യക്തിയോടൊപ്പം നമുക്ക് സന്തോഷം അനുഭവപ്പെടും. നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യും. അതിനാൽ അവരില്ലാതാകുമ്പോൾ മനസ്സ് വീണ്ടും ആ അനുഭവം തേടും. അതുകൊണ്ടാണ് അവരുടെ ഓർമ്മ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മൂന്ന്, മനസ്സ് പതിവുകൾക്ക് അടിമയാണ്. നമ്മൾ ഓരോ ദിവസവും ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, സന്ദേശം അയക്കുന്നു, അവരെക്കുറിച്ച് ഓർക്കുന്നു. അതൊരു ഹാബിറ്റായി മാറുന്നു. പിന്നീട് ആ വ്യക്തി ഇല്ലാതാകുമ്പോൾ മനസ്സിപ്പോഴും പഴയ പതിവ് തുടരാൻ ശ്രമിക്കും. അതിനാൽ അവരെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നാല്, ചിലപ്പോൾ കാരണം വളരെ ലളിതമാണ്. നിങ്ങൾ ആ വ്യക്തിയോട് വളരെ ആഴത്തിലുള്ളൊരു ബന്ധം അനുഭവിച്ചിരിക്കുന്നു. അതൊരു ഇമോഷണൽ കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആത്മീയ ബന്ധമായിരിക്കാം. അങ്ങനെ ഉള്ള ബന്ധങ്ങൾ സാധാരണ ബന്ധങ്ങളെക്കാൾ ശക്തമായിരിക്കും. അതിനാൽ അവരെ മറക്കാൻ സമയമെടുക്കും. എന്നാൽ ഈ സത്യം മനസ്സിലാക്കുക, ഒരു വ്യക്തിയെ മറക്കാൻ കഴിയാത്തത് നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല, സത്യമായി നിങ്ങൾ നല്ലതുപോലെ അവരെ സ്നേഹിച്ചുകൊണ്ടാണ്. പക്ഷേ അതോടൊപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ജീവിതം മുന്നോട്ട് പോകുന്നു. നമ്മൾ ഓർമ്മകൾ പിടിച്ചു നിർത്തിയാൽ പുതിയ അനുഭവങ്ങൾക്ക് സ്ഥലമുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ലൈഫിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒരാളെ മറക്കാൻ മനസ്സ് ബലമായി നിർബന്ധിക്കേണ്ടതില്ല. പകരം ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. പുതിയ ലക്ഷ്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ, പുതിയ ആളുകൾ. നിങ്ങളുടെ ജീവിതം വളരുമ്പോൾ പഴയ ഓർമ്മകൾ സ്വാഭാവികമായി മങ്ങിപ്പോകും. സുഹൃത്തെ, ഓർക്കുക, ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിൽ വരുന്നു. ചിലർ നമ്മെ സന്തോഷിപ്പിക്കാൻ വരുന്നു, ചിലർ നമ്മെ പാഠം പഠിപ്പിക്കാൻ വരുന്നു. അവർ നമ്മോടൊപ്പം എന്നും തുടരണമെന്നില്ല, പക്ഷേ അവർ നമ്മെ മാറ്റിവിടും. അത് തന്നെയാണ് ജീവിതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ ഇപ്പോഴും ആരെങ്കിലും മറക്കാൻ കഴിയാതെ ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാൻ വിട്ടുകൊടുക്കുകയാണ്. കാരണം ജീവിതം എപ്പോഴും മുന്നോട്ട് പോകുന്നു, നമ്മളും അതോടൊപ്പം മുന്നോട്ട് പോകണം. അപ്പോൾ ശരി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ ഇതുപോലെ വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പോസിറ്റീവായ വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ താഴെ ലിങ്ക് ഇടുന്നതായിരിക്കും. അതിലേക്ക് ജോയിൻ ചെയ്യാം. അവിടെ അഫർമേഷൻ, മെഡിറ്റേഷൻ, മോട്ടിവേഷൻസ്, ബുക്ക് റീഡിംഗ് എല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല മേഖലകളും വിജയിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.